പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പെൻഷൻ തുക ഉയർത്തിയെങ്കിലും 18 മാസമായി മുൻപ് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ലഭിക്കാതെ വലയുന്ന വലിയ ഒരു വിഭാഗം തൊഴിലാളികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ തുപ്രംകോട് പഞ്ചായത്തിൽ 8ാം വാർഡിൽ താമസിക്കുന്ന ബാലകൃഷ്ണൻ എന്നൊരു വ്യക്തിയാണ്. എനിക്ക് ക്ഷേമനിധി പെൻഷൻ കിട്ടിയിരുന്നതുമാണ്. അത് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അതിപ്പോൾ ഒരു 18-20 മാസത്തെ പൈസ കിട്ടാനുണ്ട്. ഓഫീസിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയും അത് കിട്ടിക്കോളും നിങ്ങളെ പൈസ ഒരു ഉറുപ്പ്യ പോകില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ യാതൊരു അനുകൂലങ്ങളോ വേറുള്ള കിട്ടിയിട്ടുമില്ല. പഞ്ചായത്തിലത്തെ പെൻഷനാണെങ്കിൽ അത് കിട്ടണമില്ല. ഈ ക്ഷേമത്തിൻ്റെ പെൻഷനുള്ള കാരണം പഞ്ചായത്തിലത്തെ പെൻഷൻ കട്ടായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെൻഷൻ കിട്ടുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയണം. മരിച്ചതിന് ശേഷം പെൻഷൻ കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. അമ്മര പെൻഷനാണ് കിട്ടാനുള്ളത്. ഇതേമാതിരി തെറ്റിക്കിടക്കുന്നതാണ്. നമ്മൾ ചെല്ലുമ്പോൾ പറഞ്ഞത് നമുക്ക് ബോർഡിലേക്ക് കാശ് എത്തിയാലേ നമുക്ക് തരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ബോർഡിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഇവിടെ പിടിച്ചു വയ്ക്കില്ല, പെട്ടെന്ന് കിട്ടും. ഞങ്ങൾക്ക് കിട്ടാത്തൊരു കാരണങ്ങളാണ് ഞങ്ങൾ വിടാത്തതെന്നാണ് പറയണത്. പിന്നെ അതായത് നമ്മളെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കാശിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് 1.5 വർഷം പിന്നേക്കുള്ള കാശാണ് ഇപ്പോൾ 6 വർഷം പിന്നേക്കുള്ള കാശാണ് ഇപ്പോൾ കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതും കല്യാണത്തിൻ്റെ പൈസ ഒക്കെ കുറേ വൈകിട്ടേ വരുള്ളൂ. ഇപ്പോൾ കുറേ മുന്നത്തെ ആൾക്കാർക്ക് കുറേ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. അവരതൊക്കെ കൊടുത്തിട്ടേ ഇപ്പോൾ വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കണുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് കാരണങ്ങൾ. പിന്നെ പഞ്ചായത്തിൻ്റെ പെൻഷൻ ഒരുപാട് ആൾക്കാർ നമ്മളോട് പറയുന്നത് ക്ഷേമനിധി ചേർന്ന ആൾക്കാർക്ക് പഞ്ചായത്ത് പെൻഷൻ കിട്ടണില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ ബോർഡിൽ നിന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് പഞ്ചായത്ത് പെൻഷൻ എന്തായാലും നിങ്ങൾക്ക് കിട്ടണം, നമ്മളിത് അടച്ച വീതങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതൊരിക്കലും പഞ്ചായത്തിൻ്റെ മുടങ്ങാൻ പാടില്ല, ഇത് രണ്ടും രണ്ടാണെന്നാണ് ബോർഡ് ചെല്ലുമ്പോൾ പറയുന്നത്. പഞ്ചായത്ത് പറഞ്ഞത് ഒരൊറ്റ പെൻഷനേ ഉള്ളൂ, മറ്റേ പഞ്ചായത്ത് പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമനിധി കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേമനിധി മാത്രം മേടിച്ചാൽ മതി, പഞ്ചായത്തിൻ്റെ തരാൻ അർഹതയില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ജനങ്ങൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഗതിയിലാണ്. ഇപ്പോൾ ഏത് പെൻഷൻ കിട്ടും? നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് 30-35 വർഷങ്ങളായിട്ട് അടച്ച ആൾക്കാർക്ക് ക്ഷേമനിധി പെൻഷനും നിൽക്കുക, പഞ്ചായത്ത് പെൻഷനും കിട്ടാത്തൊരു ഘട്ടത്തിലേക്കാണ് പോണത്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതിലാണ് നമ്മൾ അംഗീകരിക്കുക? ക്ഷേമനിധി പെൻഷൻ ലഭിച്ചിരുന്ന ഒട്ടേറെ പേരാണ് മരുന്ന് വാങ്ങാനും ചികിത്സയ്ക്കും പണമില്ലാതെ വലയുന്നത്. ക്ഷേമനിധി പെൻഷനിൽ ഉൾപ്പെട്ടതിനാൽ മറ്റു പെൻഷൻ പദ്ധതിയിലും ഇവർ ഉൾപ്പെട്ടിട്ടില്ല. തിരൂർ താലൂക്കിൽ ഇത്തരത്തിൽ പരമ്പരാഗത തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരാണ് പെൻഷൻ ലഭിക്കാത്തതിനാൽ ദുരിതം പേറുന്നത്. പെൻഷൻ തുക കൂട്ടിയത് സംബന്ധിച്ച് ഏറെ പ്രചാരണങ്ങൾ നടക്കുമ്പോഴാണ് നിലവിലുണ്ടായിരുന്ന പെൻഷൻ തുക ലഭിക്കാതെ വലിയ ഒരു വിഭാഗം പരാതികളുമായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. പാവങ്ങളാണിവർ. ഇവരുടെ പരാതികൾ പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടാകണം. പെൻഷൻ ആരുടെയും ഔദാര്യമല്ല, അത് സാധാരണക്കാരന്റെ അവകാശമാണെന്ന് ഭരണക്കാരും അധികൃതരും തിരിച്ചറിയണം.